stories. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ളൊരു ടോയുമായിട്ടാണ്. ഓൾഡ് മോഡൽ ലോറിയാണ്. ലോറിയുടെ സ്കെയിൽ മോഡലാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടോയ് അൺബോക്സ് ചെയ്താലോ? അതിനു മുമ്പ് ചെറിയൊരു ഓർമ്മപ്പെടുത്തലാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുമല്ലോ. വാവ്, സൂപ്പർ. വണ്ടി എന്ന ബ്രാൻഡിലാണ് ഈ സ്കെയിൽ മോഡൽ വന്നിരിക്കുന്നത്. സൂപ്പർ പാക്കിംഗ് ആണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബോക്സ്. ആ ബോക്സിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ ഇന്ത്യൻ ലോറിയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് ഏജ് ആണ്, 14+ ആണ്. സ്കെയില് 1:64. പിന്നെ ABS പ്ലാസ്റ്റിക് ആണ് ഈ സ്കെയിൽ മോഡല്. ഇതിന്റെ വാണിംഗ്, അതായത് 14+ താഴെയുള്ള കുട്ടികൾക്ക് ഇത് സ്യൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്. കാരണം ഇത് സ്മോൾ പാർട്സുകളാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് കാണിക്കുന്നു. പിന്നെ ഇതിന്റെ പ്രൈസ് 850 ആണ്. അത്രയും ഇല്ല. ആമസോണിൽ നിന്ന് 680 ആ റേഞ്ചിലാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇതിന്റെ ബോക്സിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് ഒരു പാക്കിംഗ് കൂടെ ഉണ്ട്, അതും നമുക്ക് ഓപ്പൺ ചെയ്യാം. വാവ്, ഇതാ നമ്മുടെ സ്കെയിൽ മോഡൽ ലോറി കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. നല്ല റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഈ ലോറി വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ലോറിയുടെ ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും ഇത് ഏത് ലോറിയുടെ സ്കെയിൽ മോഡലാണ്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ പഴയ ടാറ്റ 1210D എന്ന ലോറിയുടെ സ്കെയിൽ മോഡലാണിത്. ഈ ടാറ്റ 1210D എന്ന ലോറി പല പല പേരിൽ അറിയപ്പെട്ടിരുന്നതാണ്. മുക്കൻ ലോറി, ബെൻസ് ലോറി എന്നിങ്ങനെയാണ് പേരുകൾ. മലയാള സിനിമയിലെ പല ഫിലിമിലും നമുക്ക് ഈ ലോറിയെ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ലോറി ഓൾഡ് സൂപ്പർ സ്റ്റാറും അതോടൊപ്പം തന്നെ ന്യൂജൻ സൂപ്പർ സ്റ്റാറുമാണെന്ന് പറയാം. ഇനി നമുക്ക് ഈ ലോറിയുടെ സ്കെയിൽ മോഡൽ ഒന്ന് പരിചയപ്പെട്ടാലോ? ആദ്യം തന്നെ വണ്ടി എന്ന ബ്രാൻഡ് നെയിം തന്നെയാണ് ഈ ലോറിയുടെ നെയിം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ സ്റ്റിക്കർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്, പെയിന്റിംഗ് അല്ല. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് തന്നെ 2 ഗ്ലാസ് ആയിട്ട് വേണം വരുന്നത്. ഒറിജിനൽ ലോറിയും അതുപോലെ തന്നെയാണ് 2 ഫ്രണ്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അടുത്തതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം, ബോണറ്റ്. എഞ്ചിൻ ഭാഗം ഒക്കെ ഇരിക്കുന്ന ബോണറ്റ് വരുന്നത് ഒരു മൂക്കിന്റെ ഷേപ്പില്. അതുകൊണ്ടാണ് ഇതിനെ മൂക്കൻ ലോറി എന്ന് വിളിക്കുന്നത്. അടുത്തതായി വരുന്നത് 2 മഡ് ഗാർഡുകളാണ്. അതിനു മുകളിലായി 2 ഇൻഡിക്കേറ്ററുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഹെഡ്ലൈറ്റ് ആണ്. 2 ഹെഡ്ലൈറ്റ് ഈ മഡ് ഗാർഡിൽ കൊടുത്തിരിക്കുന്നു. 2 റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു കണ്ണിന്റെ ആകൃതി പോലെയൊക്കെ തോന്നും. അങ്ങനെ 2 ഹെഡ്ലൈറ്റ്. പിന്നെ 2 ബാർ, സൈഡ് ബാർ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രണ്ടിലെ ബമ്പർ, നമ്പർ പ്ലേറ്റ് തുടങ്ങിയ കാര്യങ്ങളാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. അടുത്തത് സൈഡ് പറയുകയാണെങ്കിൽ മുകളില് സ്റ്റിക്കർ വർക്ക് ചെയ്ത ഡിസൈൻ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ സൈഡിൽ മിറർ വരുന്നു. പിന്നെ ക്യാബിനാണ് വരുന്നത്. ചെറിയ ക്യാബിനാണ് ഇതിൽ വരുന്നത്. നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് കാണാം, ഡ്രൈവർ സീറ്റ് കാണാം. പിന്നെ ഫുഡ് സ്റ്റെപ്പ്, വീല് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വീലാണ് ഫ്രണ്ടിലെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിലിണ്ടറുകള്, ബാറ്ററി ബോക്സ് തുടങ്ങിയവ കാണാൻ സാധിക്കും. ഈ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ബൈക്കിലെ ഹോൺ ഓക്കെ പ്ലീസ് എന്ന സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ബ്രേക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റ് തുടങ്ങിയവ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ്, സ്റ്റോപ്പ് ലൈറ്റ് തുടങ്ങിയവയാണുള്ളത്. ഇതാണ് പ്ലാറ്റ്ഫോം വരുന്നത്. ബാക്കില് വിൻഡോ കൊടുത്തിട്ടുണ്ട്. പ്ലാസ്റ്റിക് ആണ് അതിന്റെ വിൻഡോ വരുന്നത്. പിന്നെ സൈഡിലേക്ക് തള്ളി നിൽക്കുന്ന 2 മിററുകൾ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. നെക്സ്റ്റ് സൈഡിൽ വരുന്നത് ഫ്യൂവൽ ടാങ്ക് ആണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നല്ല വലിപ്പമുള്ള ഫ്യൂവൽ ടാങ്ക് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീല്,
ഈ ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ ക്യാബിൻ കാണാൻ സാധിക്കും. ഇതാണ് അതിന്റെ വ്യൂ. സീറ്റ്, സ്റ്റിയറിംഗ് ഇതിൽ കാണാൻ സാധിക്കും. ഇനി ഫ്രണ്ടിൽ റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്ന വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. ബൈക്കില് വീല്. ഇതൊക്കെയാണ് ടാറ്റ 1210 ഓൾഡ് മോഡൽ ലോറിയുടെ സ്കെയിൽ മോഡലിന്റെ വിശേഷങ്ങള്. ഒറിജിനൽ മോഡൽ ലോറിയോട് നീതി പുലർത്തി എന്ന് വേണം പറയാൻ. ലോറി പ്രാന്തന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വാങ്ങിക്കാവുന്ന ഒരു ഐറ്റമാണ്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ലോറിയുടെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. അതുകൂടി കണ്ടിട്ടേ പോകാവൂ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത തവണ വേറൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോദ്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരോടുമായിട്ട് ബൈ ബൈ.